ഭരണഘടന വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ജോലികൾ, ഏതൊക്കെ ചുമതലകൾ, ഏതൊക്കെ വകുപ്പുകൾ സംസ്ഥാന സർക്കാരുകളുടെ ചുമതലയിൽപ്പെടുന്നതാണ്, ഏതൊക്കെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയിൽപ്പെടുന്നതാണ് എന്ന് ഭരണഘടന വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ആ ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് വിദേശകാര്യ വകുപ്പിൻ്റെ ചുമതലയ്ക്ക് വേണ്ടിയിട്ടൊരു സെക്രട്ടറിയെ നിയോഗിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ശ്രീമാൻ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിട്ടുള്ള ചില ആളുകളുടെയും ഒക്കെ വിദേശ പര്യടനങ്ങളുടെ കോർഡിനേഷൻ ആയിരിക്കാം. കാരണം ആ വിദേശ പര്യടനങ്ങൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ലാതെ മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നടക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഈ തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയെ ഒരു ഔദ്യോഗിക പരിവേഷം നൽകി ഇത്തരത്തിലുള്ളൊരു ചുമതലയിൽ നിശ്ചയിക്കുന്നത് ഭരണഘടനയുടെ അന്തഃസത്തക്ക് നിരക്കാത്തതാണ്. ഇന്ത്യ സഖ്യം നാഴികക്ക് 40 വട്ടം ഭരണഘടനാ സംരക്ഷകർ എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ ഭരണഘടനയെ ഈ തരത്തിൽ ഭരണഘടനയുടെ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ വാസ്തവത്തിൽ അവർക്ക് ഭരണഘടനയോടുള്ള പ്രതിബദ്ധത എത്രയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള ഗവർണറോട് ഞാൻ ഈ കാര്യത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് നേരിട്ട് ഫോണിൽ സംസാരിച്ചു. ഈ പ്രശ്നത്തിൽ ഇടപെടാനും ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനും ഭരണഘടനയുടെ അന്തഃസത്ത സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനും ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ സർക്കാർ നൽകുന്ന വിശദീകരണം നേരത്തെയുള്ള തസ്തികയാണ്, അഡീഷണൽ ചുമതല മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളൂ എന്നാണ്. നേരത്തെ ഉള്ളതാണെങ്കിൽ പുതിയൊരു ജിയോ ഇറക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളതാണ് ഇനി അവർ വിശദീകരിക്കേണ്ടത്. പുതിയ ജിയോ ഇറക്കിയതിൻ്റെ അർത്ഥം തന്നെ ഇല്ലാത്തൊരു കാര്യം പുതുതായിട്ട് വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് ടിൽ ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആർ മെയ്ഡ്. ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉള്ള സെക്രട്ടറിക്ക് പകരം ഫുൾ ടൈം സെക്രട്ടറി വരുന്നതാണോ? ഇത്തരത്തിലുള്ള ധാരാളം അവ്യക്തതകളുണ്ട്. ഗവൺമെൻറ് ഓർഡർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇറങ്ങേണ്ട ഒരു ഓർഡറല്ല. അതിന് ചില ചട്ടങ്ങളുണ്ട്, അതിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്, അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഓർഡർ ഇറങ്ങേണ്ടത്. അതല്ലാതെ മുഖ്യമന്ത്രി കത്തയക്കുന്നത് വേറെ കാര്യം. കേന്ദ്രത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് സാർ. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു തസ്തികയുടെ ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. അല്ല, സംസ്ഥാന സർക്കാരിന് വിദേശമായിട്ടുള്ള ഏതെങ്കിലും രാജ്യവുമായിട്ട് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെങ്കിലും ആശയവിനിമയം നടത്തണമെങ്കിലും അത് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥനെ വെച്ചതുകൊണ്ട് പോലും സംസ്ഥാനത്തിനൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അതിനർത്ഥം ഈ ഉദ്യോഗസ്ഥയെ നിയമിക്കുന്നത് ഈ ലക്ഷ്യത്തോടു കൂടി ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നടക്കില്ല എന്നുള്ള കാര്യമെങ്കിലും അവർ തിരിച്ചറിയും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.